ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഒരു ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സ്ക്വയർ ടൈപ്പ് ലാൻഡ്സ്കേപ്പാണ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതൊരു കോർണർ സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ രൂപത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ ആദ്യം ഒരു റോഹിയോ പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. വെറിഗേറ്റഡ് റോഹിയോ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചുറ്റുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ മണ്ണ് ഇത്തിരി ഹാർഡാണ്. അപ്പോൾ നമ്മളിവിടെ ലാൻഡ്സ്കേപ്പിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ടർട്ടിൽ വൈനാണ് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പോട്ട് ചേഞ്ച് ചെയ്യാനിരുന്ന ഒരു ടർട്ടിൽ വൈൻ്റെ പോട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്തിരി ഉള്ളതുകൊണ്ട് അതങ്ങ് കൊണ്ടുവന്ന് വെക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഇത് കുറച്ചൊക്കെ ഉള്ളൂ എങ്കിൽ ഉള്ളത് 2-3 കമ്പുകളൊക്കെ തന്നെ മതി. ചെറിയ ചെറിയ പീസ് കുറച്ച് വെച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡായി കിട്ടും നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് നേരെ അങ്ങ് വെച്ച് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചകിരിച്ചോറും ജൈവവളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടർട്ടിൽ വൈന് മണ്ണിൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് മണ്ണ് കൊത്തി ഇളക്കേണ്ടൊന്നും ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മേൽഭാഗം ഒന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് പിടിച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ മണ്ണൊക്കെ നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഹാർഡായതുകൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചിട്ടു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി മണ്ണ് ഇളക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിവിടെ കോളീസ് പ്ലാന്റ് ആണ് നെക്സ്റ്റ് ലെയറായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോളീസ് പ്ലാന്റിൻ്റെ ചെറിയ കമ്പുകളൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് അത് പിടിച്ചു കിട്ടും. അപ്പം നമ്മൾ മാസം മാറി അതല്ലെങ്കിൽ കണ്ണാടി ചെടികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കോളീസ് പ്ലാന്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ കമ്പുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, ഒരു ഫാസ്റ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല ഒരു കമ്പൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു കമ്പ് വെച്ചിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് അതിനെ കൂടുതലാക്കി എടുക്കണം. അപ്പോൾ അത്ര ടൈം എടുക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ കമ്പുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ടർട്ടിൽ വൈനെ നമ്മൾ നോർമലി പോട്ടിൽ ഹാങ് ചെയ്ത് വെക്കുന്ന സമയത്ത് നല്ല വെയിൽ കൊള്ളുകയാണെങ്കിൽ അതിന് യെല്ലോ ഷെയ്ഡ് വരാറുണ്ട്. പക്ഷേ മണ്ണിലാകുമ്പോൾ അതിന് ആ ഒരു പ്രശ്നമില്ല, നല്ല ഗ്രോത്ത് കാണിക്കാറുണ്ട്. വെയിലിലാണെങ്കിലും അത് നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഇനി ഇത് ഒന്ന് ഗ്രോത്ത് ആയതിനു ശേഷം ബാക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഏകദേശം 2 ആഴ്ചയോളമായി നമ്മളുടെ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇത്ര തന്നെ ഗ്രോത്ത് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് ഇവിടെ സ്പൈഡർ പ്ലാന്റും അതുപോലെ റോഹിയോയുടെ നോർമലി നമ്മുടെ പ്ലാന്റ് നോർമലി ആ ഒരു പിങ്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ആ ഒരു പ്ലാന്റ് കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പിടിച്ച് വരുന്നേ ഉള്ളൂ. അതും കൂടെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കിന് നല്ലൊരു ലാൻഡ്സ്കേപ്പ് തന്നെ ആയിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡ്സ്കേപ്പ്. അത് കോർണറിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി ഇതിനുണ്ടാവും. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോളീസ് പ്ലാന്റിനെ ഹൈറ്റ് കൂട്ടി പോവാതെ ഈ ഒരു ലെവലിൽ തന്നെ അത് കട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പ് ഇവിടെ എന്നും ഒരുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കും. കമ്പ് ഇതുപോലെ നീണ്ടു പോവുകയാണെങ്കിൽ ഇതുപോലെ അങ്ങ് തല നുള്ളി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപോലെ നമ്മുടെ പ്ലാന്റിനെ എന്നും നിലനിർത്താം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതിന് ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആ പോട്ടിൽ മണ്ണിൽ അങ്ങ് വെച്ച് കൊടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ ഇതിന് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ചാണകപ്പൊടിയും അതുപോലെ കടലപ്പിണ്ണാക്കും പിളിപ്പിച്ചിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത്ര തന്നെ ധാരാളം. ഇതിന് പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല, എങ്കിൽ തന്നെ ഇത് നന്നായിട്ട് ഗ്രോത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ പോട്ടിൽ വെക്കുന്നത് പോലെയല്ല, മണ്ണിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സിമ്പിൾ ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഗാർഡൻ റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.